മകൾ ഈ ഒരു ദിവസം 2 എക്സാം ആണ് നടന്നത്. എക്സാമിനിടയിൽ ശരിക്കും ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ല. ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു RKNX. സോ SSLC കാരുടെ ആദ്യത്തെ എക്സാം ഓണം എക്സാം ആണ് അല്ലേ? വെയിറ്റ് ചെയ്യാണ്. ഓണം എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിന്റെ ടൈം ടേബിളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ ടൈം ടേബിൾ ഈ വർഷത്തെ ടൈം ടേബിൾ അല്ല, ഈ വർഷത്തെ ടൈം ടേബിൾ വരാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. പക്ഷേ എങ്ങനെ പഠിച്ചു തുടങ്ങണം, എപ്പോൾ പഠിച്ചു തുടങ്ങണം, ആ ഒരു യാഥാർത്ഥ്യ ബോധം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ അല്ലേ, ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എക്സാം പാറ്റേണും ഡേയിലും ഇതിനിടയിലുള്ള ഡേയ്സിലൊന്നും വലിയ മാറ്റമൊന്നും മക്കൾ പ്രതീക്ഷിക്കണം. മക്കളൊന്നും എന്ത് ചെയ്യുക, ഒരു മാറ്റം വരും. അതായത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് തന്നെ ഇത്തവണ ഓണമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം നടക്കുക ഓഗസ്റ്റിലായിരിക്കും. ഇത് എക്സാം നടന്ന അവർക്ക് എക്സാം നടന്നത് സെപ്റ്റംബർ 3 തൊട്ടിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല. അതിനു മുൻപ് ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഓണം എക്സാം ഉണ്ട്. അതായത് 2 മാസം ഇനി തികച്ചില്ല. ഓഗസ്റ്റ് 20ഓടുകൂടി നമ്മൾ എക്സാം എത്തി. 20-ന് ശേഷം എക്സാം എത്തും തന്നെയാണ് കരുതുന്നത്. വളരെ കുറഞ്ഞ ദിവസം, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് അലേർട്ട് ആവാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അപ്പൊ ആദ്യത്തെ എക്സാം നടന്നത് 3-ാം തീയതി ആയിരുന്നു. മക്കൾ ശ്രദ്ധിക്കേണ്ടത് 3-ാം തീയതി മോർണിംഗ് ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ട്. തൊട്ടടുത്ത ദിവസം 4-ന് 4-ന് നിങ്ങൾക്ക് ഗണിതം മാത്തമാറ്റിക്സിന്റെ എക്സാം നടന്നു. അതായത് ഒരു ദിവസം പോലും പഠിക്കാൻ നിങ്ങളുടെ മുന്നിലില്ല. ഒരുപക്ഷെ ആ 2 സബ്ജക്റ്റും കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കൂടുതലുള്ള 2 സബ്ജക്റ്റുകളാണ് അല്ല. ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഈ 2 ദിവസത്തിനിടയിൽ 2 സബ്ജക്റ്റിനിടയിൽ ഒരു ദിവസം പോലും ഒന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടില്ല. ഇതേ അവസ്ഥ ഈ വർഷം ഉണ്ട്. ഇംഗ്ലീഷ് ഒരുപാട് എഴുതാനുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആകാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ആൻഡ് 5-ാം തീയതി 4-ാം തീയതി മാത്സിന്റെ എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ലാംഗ്വേജ് 1-ാം ഭാഷ പേപ്പർ 1-ന്റെ എക്സാം ഉണ്ട്. ആൻഡ് വെള്ളിയാഴ്ച നിങ്ങൾക്ക് എന്തുണ്ട്, മലയാളം സെക്കൻഡിന്റെ എക്സാം ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം ഇതിനിടയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ പോലും എനിക്കൊന്ന് ഒരുപാട് എഴുതാനൊക്കെ ഉള്ളത് കൊണ്ട് ഒരിക്കലും എന്ത് വരുന്നില്ല, എക്സാമിനിടയിൽ ഒരു ഗ്യാപ്പ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വരുന്നതേ ഇല്ല. ആകെ ഗ്യാപ്പ് കിട്ടുന്നത് ആ ഒരു സാറ്റർഡേ സൺഡേ. ഈ ടൈം ടേബിൾ പറയുന്ന സമയത്ത് കുഞ്ഞുമക്കളെ പേടിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമില്ലേ. പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളൊന്ന് അലേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് മുന്നിൽ വരാൻ പോകുന്ന എക്സാമിന് ഒരുപാട് ഗ്യാപ്പ് ഒന്നുമില്ല. നമ്മൾ പ്രിപ്പയർഡ് ആവണം. നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം പ്രിപ്പയർഡ് ആവണം. നൈറ്റ് ഇരുന്ന് പഠിക്കണം അല്ലേ. 2 മണിക്കൂർ. അപ്പൊ സാറ്റർഡേ സൺഡേക്ക് ശേഷം തിങ്കളാഴ്ച തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് സോഷ്യൽ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ എക്സാം വന്നു. സോഷ്യൽ കഴിഞ്ഞ പിറ്റേ ദിവസം ഏതാണ്? ഫിസിക്സ് ഉണ്ട്. പിന്നെ അതിന്റെ അടുത്ത ദിവസം കെമിസ്ട്രി ഉണ്ട്. തൊട്ടടുത്ത ദിവസം ബയോളജി ഉണ്ട്. നെക്സ്റ്റ് വ്യാഴാഴ്ച ഹിന്ദി ഉണ്ട്. ഓക്കെ. അല്ല, കെമിസ്ട്രിയും ബയോളജിയും ഒരേ ദിവസമാണ് നടന്നത്. 11-ാം തീയതി മോർണിംഗ് കെമിസ്ട്രി ഉണ്ട്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം ഏതുണ്ട്, ബയോളജിയും ഉണ്ട്. അതായത് ഒരു ദിവസം തന്നെ 2 എക്സാം നടക്കും. അത് ഈ സമയം ഈ ഒരു ഗ്യാപ്പിലും ചിലപ്പോൾ അങ്ങനെ വരാനൊരു സാധ്യത സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം ഒരു വീക്കിൽ 5 എക്സാം നടക്കും. അടുത്ത വീക്കിൽ 4 എക്സാം ഉണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ആ ഡേറ്റ് അതിന് വേണ്ടിയാണ് അവർ സേവ് ചെയ്തിട്ട് ഒരു എക്സാം 2 എക്സാം ഒരു ദിവസം നടക്കുന്നത്. അപ്പൊ നല്ല പ്രിപ്പയർഡ് ആയിട്ട് അല്ലേ? അതെ. അപ്പോ എക്സാമിനിടയിൽ ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 2-ാമത്തെ കാര്യം, ഒരേ ദിവസം തന്നെ 1-ലധികം പരീക്ഷകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി 2 മാസം തികച്ചു മക്കളുടെ മുന്നിലില്ല. ഇപ്പൊ തന്നെ വളരെ കൃത്യമായിട്ട് ഓണം എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങും. പുതിയ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പ്രിപ്പയർ തുടങ്ങുക. കോണ്ടന്റ് വീഡിയോ നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് കോണ്ടന്റ് വീഡിയോ നമ്മളെ ഒരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിക്കരുത്. കാരണം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കാര്യമില്ല. കാരണം കഴിഞ്ഞ വർഷം അവസാനമായിരുന്നുള്ള ചാപ്റ്റർ ആണ് ഇത്തവണ ആദ്യം വരുന്നത്. അപ്പൊ ആ ചാപ്റ്റർ ഓണം എക്സാമിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പോലും ഇല്ല. ഓർഗാനിക്കൽ IUPAC നോമൻക്ലേച്ചർ എന്ന ചാപ്റ്റർ ആണ് അല്ലേ? അങ്ങനെ രസകരമായ ചാപ്റ്റർ ആണ്. വലിയ ടഫ് ഒന്നുമല്ല, പഠിച്ചെടുക്കാനൊക്കെ പറ്റും. വളരെ രസമാണ്. നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കൃത്യമായ ആ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മുടെ ലൈവിലൂടെയും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നല്ല അടിപൊളി ക്ലാസ്സുമായി ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണം. അത് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നു. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഉള്ള 45 ദിവസം വ്യക്തമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അടിച്ചെടുക്കാം ഫുൾ മാർക്ക് അല്ലേ? യെസ് അല്ലേ? ഓക്കെ, അപ്പോ ബൈ.